ഈമാനിന് പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ നമ്മളും നമ്മുടെ തലമുറയും വഴിവഴിച്ചു പോവില്ല. ജൂതന്മാര് മുസ്ലിം ആവാതിരുന്നതിന്റെ കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലായിട്ടാണ്. ക്രിസ്ത്യാനികൾ കാഫിറായതിന്റെ കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനാണ് എന്ന് വിശ്വാസമില്ലായിട്ടുമല്ല, നീതിമാനാണ് എന്ന് വിശ്വാസമില്ലായിട്ടുമല്ല. കഅബ പുതുക്കി പണിയുമ്പോൾ ഹജറുൽ അസ്വദ് അവിടെ തന്നെ വെക്കാൻ മുസ്തഫായ നബി തങ്ങളെക്കാൾ ഫിറ്റായ വേറൊരാളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടുമല്ല, റസൂലാകാൻ മാത്രമൊക്കെ ഉണ്ടോ എന്ന് തോന്നിയിട്ടാണ്. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആള് 5 വക്തിനും മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വന്നിരുന്ന ആളാണ്. നിസ്കരിച്ചതുകൊണ്ട് ഈമാൻ എന്ന് പറയാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂലിന് ഈമാൻ എന്ന് പറയേണ്ടി വരും. അയാൾ മദീനത്തെ പള്ളിയിലെ എല്ലാ വക്തിനും ജമാഅത്തിന് വന്നിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. നബി തങ്ങൾ എത്തിയപ്പോഴേക്കും അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കിയിരുന്നു. നബി തങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് വേഗം ഖബർ കണ്ടിറങ്ങി. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂലിനെ തന്റെ കാലിന്റെ തുടമക്ക് ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് ഖബർ കണ്ടിറക്കിയപ്പോ ശരീരത്തിലുണ്ടായിരുന്ന ഒരു പുതപ്പെടുത്തിട്ട് അയാൾക്ക് പൊതിച്ചു കൊടുത്തു. അങ്ങനെയും കഴിച്ചിലേക്കോട്ടെ എന്ന് എഴുതിയിട്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാത്സല്യാണ്. അയാളെ മറവ് ചെയ്ത് പോരുന്ന സമയത്ത് ഒരു ആയത്തിറങ്ങി, നബിയേ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കില്ല നബിയേ എന്ന ആയത്തിറങ്ങി. അയാള് മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന ആളാണ്. നബി തങ്ങളുടെ ബാക്കിൽ മഅ്മൂമാൻ. അപ്പൊ ഈമാനിന് ഇതൊന്നും അല്ലാത്ത ചില അടിസ്ഥാനങ്ങളുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്തത് ഒരു സ്ത്രീയായിരുന്നു, സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മരണപ്പെടുന്നത് വരേക്കും നിസ്കരിച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥം ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നിസ്കാരം നിർത്തിക്കാളി എന്നൊന്നുമല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കാരം നിർബന്ധമായിട്ടില്ല. അല്ലാഹു തആലാക്ക് എന്തേ ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോൾ അതിന്റെ ഒപ്പം നിസ്കാരത്തിന്റെ ആയത്തും കൂടി ഇറക്കാൻ അത്ര വലിയ പണിയുണ്ടായിരുന്നോ? നിസ്കാരത്തെക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ആദ്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിസ്കാരം പിന്നെ പറഞ്ഞത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഒരിക്കലും നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. കാരണം ഖദീജ ബിയുടെ വഫാത്തിന് ശേഷമാണ് നോമ്പ് നിർബന്ധമായത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ എന്താണ് ഖദീജ ബീവിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അത് കിട്ടിയാല് ഇസ്ലാം ദീനിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താന്ന് നമുക്ക് കിട്ടും. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്, പരിശുദ്ധമായ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദ് അല്ല. ഞാൻ തെറ്റി പറഞ്ഞതല്ല, ഞാൻ കൽപ്പിച്ചുട്ടി പറഞ്ഞത് തന്നെയാണ്. ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അല്ല. പിന്നെ ഏത് തൗഹീദാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അള്ളാഹുവിന്റെ റസൂലാണോ
ആ അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യാൻ അർഹനായ ആരുമില്ല എന്നു തന്നെ വിശ്വസിക്കണം. അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ നമ്മൾ പറയണ തൗഹീദ് ആവൂല. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ദൗർഭാഗ്യവശാല് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ്. ദൗർഭാഗ്യവശാൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടാകുക രണ്ട് സമയത്താണ്. ഒന്ന് റമളാൻ മാസത്തില്, ഒന്ന് റബീഉൽ അവ്വലില്. റമളാൻ മാസത്തിലെ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടുമല്ലോ. 20 നിസ്കരിച്ചിട്ട് അഥവാ സ്വർഗത്ത് പോയാലോ വേണ്ട 8 മതി എന്ന് പറയും ചില ആൾക്കാര്. പരമാവധി ആണെങ്കിൽ 11 മതി, അതിന്റെ മേലേക്ക് ദയവേത് നിസ്കരിച്ചരുതേ നരകത്ത് പോവും എന്നൊക്കെ പറയും ചിലവര്. റമളാൻ മാസം അയാളുള്ളൊരു കുഴപ്പമാണ്. റബീഉൽ അവ്വൽ ആയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ്, അള്ളാഹ് റസൂലിന്റെ വാപ്പ നരകത്തിലാകായിട്ടാണ് ചിലവർക്ക് ഇടങ്ങേറ്, മുസ്തഫാ നബി തങ്ങളുടെ അമ്മ നരകത്തിലാകായിട്ടാണ് വേറെ ചിലവർക്ക് ഇടങ്ങേറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മളതിലൊന്നും ബേജാറാകേണ്ട കാര്യമില്ല. കാരണം ഒരാളുണ്ടായിരുന്നു, പണ്ട് ജീവിച്ച ഒരാൾ സൗദി അറേബ്യയില്. അയാളിങ്ങനെ ഒരിക്കലൊരു വർത്താനം പറഞ്ഞു, ഞാൻ ഈ കുത്തി നടക്കുന്ന വടി മുഹമ്മദിനേക്കാൾ ഉപകാരമുള്ളതാണ്. കാരണം മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഈ വടി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പേരും അഡ്രസ്സും ഞാൻ പറഞ്ഞില്ല, പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആളെ. ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ, ഇബ്ലീസ് നൊലോളിച്ചത് ആകെ 4 സമയത്തേ ഉള്ളൂ. ഭയങ്കര ധൈര്യമാണ് ഇബ്ലീസിന് ലഅനത്തുല്ലാഹി അലൈഹി, ഹലാക്കിന്റെ ധൈര്യമാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞത്, ആ ചങ്ങായി കരഞ്ഞത് ആകെ 4 സമയത്ത് മാത്രമാണ്. ഒന്ന് ഹീന ലുഇന, വാനലോകത്ത് വെച്ച് ശപിക്കപ്പെട്ടവനെ എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഓനാട് നൊലോളിച്ചു, ഭയങ്കര നൊലോളി. രണ്ടാമത്തേത് ഹീന ഹുബിത, അല്ലെങ്കിൽ ഹീന സുഖിത, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോഴും അവൻ കരഞ്ഞു. ആദ്യം കരഞ്ഞത് ശപിച്ചപ്പോ, രണ്ടാമത് കരഞ്ഞത് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ, മൂന്നാമത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കരഞ്ഞത് ഹീന ഉലിദ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴാണ്. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു ചൊറിച്ചില. അതിപ്പോ എന്താ 12 ഇത്ര പ്രത്യേകത എന്നാ വേണ്ട 13 കളി, മയക്കക്കാർക്ക് 13 ഒഴിവുണ്ടാവും, അത് ചെയ്യണില്ലല്ലോ. വേണ്ടങ്ങൾ 14 ആയിക്കോളി, നമുക്കൊരു വിരോധമില്ല. ഇനി റബീഉൽ ആഖിറിലെ ഒഴിവിട്ടിയോളെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്തോളി, ചെയ്യാതെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. നാലാമത് ഇബ്ലീസ് കരഞ്ഞത് എപ്പോഴാണ്? ഹീന ഉൻസില സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് ശൈത്താൻ പിന്നീട് കരഞ്ഞത്. ഞാൻ കുറേ ആലോചിച്ച് നോക്കി, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ എന്താ ഈ ചങ്ങായിക്ക് ഇത്ര നൊലോളിച്ചാൽ മാത്രമേ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ വലുതായി കുറെ സദസ്സിലൊക്കെ ഇങ്ങനെ ചെന്നപ്പോ മനസ്സിലായി എന്താണ് ഇപ്പൊ നൊലോളിക്കണതിന്റെ കാരണം എന്ന്. കുറേ ആൾക്കാരിങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടയിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരാണ് നീച്ചു പോവും, 2-3 ആൾക്കാരാണ് നീച്ചു പോവും. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര നൊലോളിക്കാൻ മാത്രമുള്ള ഒരു സംഗതിയാണ് ഈ ഫാത്തിഹ എന്ന്. നമ്മളെന്താ ചെയ്യാ, എനിക്ക് പോകാണ്ട് നേരം വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണതിന്റെ ഇടയിൽ ഒരാൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിക്കും. വേറെ ചില ആൾക്കാർ, 3 ആൾക്കാർ എന്തായാലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ ശൈത്താന് വലിയൊരു അസ്വസ്ഥതയുള്ള സാധനമാണ് ഫാത്തിഹ എന്ന് പിന്നെ മനസ്സിലായി. 4 സമയത്താണ് ലാനത്താക്കപ്പെട്ട പിശാച് കരഞ്ഞത്. അതിൽ 2 നമ്മളേറ്റവും വലിയ ബന്ധമുള്ളതാണ്, 2 ഓന്റെ സ്വന്തം കാര്യമാണ്. ലാനത്തായതും സ്വർഗത്തുനിന്ന് ഇറക്കിയതും. റിളവാൻ അലൈഹിസ്സലാം എന്ന സ്വർഗം കാക്കുന്ന മലക്കിന്റെ കൂട്ടുകാരനായിരുന്നു ലാനത്താക്കപ്പെട്ട ഇബ്ലീസ്. എപ്പോഴും റിളവാന്റെ തോളിൽ കൈയിട്ടാണ് നടന്നിരുന്ന ആളാണ് ലാനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേണ്ടി വരികയാണ്. അപ്പൊ 2 ഓന്റെ കാര്യമാണ്, 2 നമ്മളെ കാര്യമാണ്.
ഒന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ, രണ്ടാമത് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ എന്താ ഉള്ളത്? അതായത് ഈ ഒന്നിനൊന്ന് കണക്ഷൻ ഉണ്ടാവുന്നതാണ്. മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഒന്നിനൊന്ന് കണക്ഷൻ ഉണ്ടാവും. അതായത് ഭൂമിയിൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്താണല്ലോ. ഒന്ന് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭൂമിയിൽ സ്വർഗമുണ്ട് എന്ന് പിന്നെ പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തോപ്പാണ് എന്നാണ് പിന്നെ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ എന്താ കണക്ഷൻ ഉണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണ് വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം. അത് മജ്ലിസുൽ ഇൽം തന്നെയാണ്. ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മജ്ലിസുൽ ഇൽം തന്നെയാണ്. ഇതാണ് അത് തമ്മിലുള്ള ബന്ധം. അപ്പൊ ഒന്നിനൊന്ന് കണക്ഷൻ വേണം. അങ്ങനെയാണെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴും പിശാച് കരഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴും ലഅനത്താക്കപ്പെട്ട പിശാച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ആ കണക്ഷൻ? സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും മദ്ഹുൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് മുഴുവൻ മദ്ഹുൻ നബിയാണ് എന്നുള്ളതാണ് കണക്ഷൻ. അത് നമ്മൾ ശരിക്കും ഓരോ ആയത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ കിട്ടും. ഒന്ന് ഉദാഹരണത്തിന് ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. റഹ്മാനായ അള്ളാഹു എന്ന് പറഞ്ഞാൽ, റഹ്മാനായവൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് തന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. റഹ്മത്ത് തന്ന ആൾക്കാണ് റഹ്മാൻ എന്ന് പറയാ, റഹ്മത്ത് തന്ന ആൾക്കാണ് റഹീം എന്ന് പറയാ. നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോ റഹ്മാൻ എന്നാൽ മുഹമ്മദ് നബിയെ തന്നവൻ എന്നാണ് അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ തന്നവൻ എന്നാണ് അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് തന്ന അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണ് അപ്പൊ ബിസ്മിയുടെ അർത്ഥം വരിക. ഇങ്ങനെ ഓരോ ആയത്ത് ആലോചിച്ചാലും അതിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഒളിഞ്ഞിരിക്കുന്നതായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ അവൻ കരയാനുണ്ടായ കാരണം, കണ്ണിന്റെ നേരെ ശൈത്താന് കണ്ടുകൂടാത്തത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ എന്നതുകൊണ്ട് തന്നെയാണ് ശൈത്താനെ ഞമ്മക്കും കണ്ണിന്റെ നേരെ കാണാൻ പറ്റാത്തവനായത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവന് ഭയങ്കര ദേഷ്യാണ്. നബി തങ്ങളെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവന് വലിയ ദേഷ്യമാണ്. ദീനിന്റെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം എന്നറിയങ്ങള്? പരിശുദ്ധമായ ദീന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോഴാണ് നൽകിയത്. 40 വയസ്സിന്റെ മുമ്പ് മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് 40 വയസ്സിന്റെ ശേഷം, നബി 40 വയസ്സിന്റെ ശേഷം, മുഹമ്മദ് ആയത് 40ന്റെ മുമ്പാണ്. റസൂലിനെ അംഗീകരിച്ചാൽ പോരാ, നബിയെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിനെ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീനായത് 40ന്റെ ശേഷമല്ല, 40ന്റെ മുമ്പാണ്. നാളെ ഒരു കോളേജിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, നല്ല ഒതുക്കുള്ള കുട്ടികൾ. പോലെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, കുട്ടികളെ, അല്ലാഹു തആല ഞമ്മക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് നബി ആണോ അതോ ഖുർആനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഓല് പറഞ്ഞു അത് ഖുർആനാണ് എന്ന് പറഞ്ഞു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലെങ്കിൽ ഖുർആനില്ല. ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവത്തിൽ പെരുമാറിയതല്ല. നബി തങ്ങൾ നല്ല സ്വഭാവത്തിൽ പെരുമാറിയതുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞതാണ്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക്. നബിയെ താങ്കൾ കഠിന ഹൃദയരായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്നും അവർ ഒഴിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ഏതായാലും അങ്ങനെ പറഞ്ഞില്ല. ഇനി നേരങ്ങത്തിൽ പെരുമാറുക എന്ന് നബി തങ്ങൾ തീരുമാനിച്ചതല്ല. മുസ്തഫായ നബി തങ്ങൾ ആദ്യം തന്നെ അങ്ങനെയാണ്. അതിന്റെ ശേഷം ഖുർആൻ പറഞ്ഞതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ ശേഷം നബി തങ്ങൾ റഹ്മത്തുള്ള ആളായതല്ല. നബി തങ്ങൾ ആദ്യം തന്നെ റഹ്മത്തുള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസം എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമല്ല. ബേജാറാണ്ട. റമളാൻ ഇറങ്ങിയത് റമളാൻ ഷരീഫ് ഖുർആൻ ഇറങ്ങിയ മാസമല്ല. റമളാൻ ഷരീഫ് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ മാസമാണ്. ഖുർആൻ അതിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. അള്ളാഹു എപ്പ ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. റമളാനിൽ എന്തുണ്ടായി? ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങാണ് ചെയ്തത്. റമളാൻ ഷരീഫിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങി എന്നതാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ ഷരീഫ്. നബിയാണോ നബിയുടെ മുഅ്ജിസത്താണോ പ്രധാനപ്പെട്ടത്? മൂസാ നബിയാണോ മൂസാ നബിന്റെ വടിയാണോ പ്രധാനപ്പെട്ടത്? അല്ലാഹു തആല മൂസാ നബിക്ക് ഒരു വടി കൊടുത്തിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ കൈമാറി വന്നൊരു വടിയായിരുന്നു അത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അമ്മോഷൻ മുഖേനയാണ് ആ വടി മൂസാ നബി അലൈഹി ഇസ്ലാമിന് കിട്ടുന്നത്. ആടിനെ വെക്കാൻ വേണ്ടി പോയപ്പോ അമ്മോഷം കൊടുത്തതാണ് ഒരു വടി. അങ്ങനെ മൂസാ നബിന്റെ കയ്യിലെത്തി. പാരമ്പര്യമായി കൈമാറി വന്ന അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വടി മൂസാ നബിന്റെ കയ്യിലുണ്ടായിരുന്നു. മൂസാ നബിയാണോ വടിയാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? അത് മൂസാ നബി തന്നെ നമ്മൾ പറയും. അതെന്താ? വടി അള്ളാന്റെ അല്ലാത്തോണ്ടാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പടക്കുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വരുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിലിനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടാക്കുന്നത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാൻ വേണ്ടിയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഫിറഔൻ ചെല്ലുന്ന എല്ലാ സമയത്തും ഫിറഔന് ശാരീരിക ക്ഷീണം അനുഭവപ്പെടുകയും തളർന്നു പോവുകയും ചെയ്തിരുന്നത് ആസിയ ബീവി ഫിറഔനുള്ളതല്ല, ആസിയ ബീവി മുഹമ്മദ് നബിക്കുള്ളതാണ് എന്നതുകൊണ്ടാണ്. എല്ലാ വിഷയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും. ഇല്ലാത്തൊരു സാധനമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിലേക്ക് പോയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിച്ചിട്ട് 16 കൊല്ലത്തിന് ശേഷം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന പേരായ ഒരു മകനെ കൊടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ആയിരക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ ഉണ്ടാക്കിയത് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. കഅബ പണി കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ദോരന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, റബ്ബനാ ഇന്നനാ ആമന്നാ, പടച്ചോനെ നീ സ്വീകരിക്കണേ, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു,
റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, അല്ലാഹുവേ ഈ കഅബയുടെ ഉടമസ്ഥരായിരിക്കുന്ന ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ ആക്കണേ റബ്ബേ. മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കഅബ ഉണ്ടാക്കിയത് എന്ന് കഅബ ഉണ്ടാക്കിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഅബ ഉണ്ടാക്കിയത് മുഹമ്മദ് നബിക്ക് വേണ്ടി, ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഭാര്യയും മക്കയിലേക്ക് താമസമാറിയത് മുഹമ്മദ് നബിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിലെല്ലോ ഇത് നമുക്ക് മുഅ്മിനീങ്ങളെ, ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവുക ആഖിറം കൊണ്ടാണ്. 50,000 കൊല്ലം ചെമ്പിന്റെ തറമ നിന്നിട്ട് വിയർപ്പിൽ നമ്മൾ മുങ്ങിത്താഴുമ്പോഴും അല്ലാഹു തആല റഹ്മാനുമാണ് റഹീമുമാണ്. അല്ലാഹു വാത്സല്യ നിധിയാണ്. നിൽക്കാൻ കഴിയാതെ മനുഷ്യന്മാരിങ്ങനെ മശറയിൽ കൂടെ നെട്ടോട്ടോടുന്നു, ഒറ്റ ബോഗിയിൽ എല്ലാവരെയും ഇട്ടടച്ചതുപോലെ. ചെമ്പിന്റെ തറ, സൂര്യൻ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നു. കാലിന്റെ നെരിയാണി വരെ വിയർപ്പുള്ളവര്, മുട്ടുവരെ വിയർപ്പുള്ളവര്, അരവരെ വിയർപ്പുള്ളവര്, ചുമൽ വരെ വിയർപ്പുള്ളവര്, ചെവിക്കുറ്റി വരെ വിയർപ്പുള്ളവര്, മൂക്ക് വരെ വിയർപ്പുള്ളവര്, വിയർപ്പിൽ മുങ്ങിത്താഴുന്നവര്. ഇങ്ങനെയൊക്കെ കാട്ടുമ്പോഴും അല്ലാഹു തആല റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്മാരും മുഴുവൻ അമ്പിയാക്കളെയും സമീപിച്ചു കൊണ്ടുവന്ന് ഹിസാബ് നടത്താൻ വേണ്ടി പറഞ്ഞു വെക്കും. എല്ലാരും കയ്യൂല എന്ന് പറയും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് പറയണമെന്ന് പറയും. ഞാൻ പറഞ്ഞോളാന്ന് പറയും. ആ പറയാൻ വരുന്നതിൽ ഫിർഔൻ വരെ ഉണ്ടാവും, നമ്രൂദ് ഉണ്ടാവും, ഖാറൂൻ ഉണ്ടാവും, അബൂജാഹിൽ വരെ ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാരും ഇങ്ങളല്ലാതെ വേറെ ആരുമില്ല എന്ന് സമ്മതിക്കുമ്പോഴാണ് ഹിസാബ് നടക്കുന്നത്. മുഹമ്മദ് നബിയോട് സമ്മതിക്കണം, നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. സുജൂദിൽ വീണ് നടക്കുന്ന നബി തങ്ങളെ അള്ളാഹു വിളിക്കുന്ന ഒരു വിളിയുണ്ട്, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത. മുഹമ്മദേ തല ഉയർത്തു. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പോഴൊക്കെ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു ഇങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ വിളിച്ചിട്ടല്ല. എന്നാൽ ഹിസാബിന്റെ സമയത്ത് ഷഫാഅത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അള്ളാഹു വിളിക്കുന്നത് യാ മുഹമ്മദ് എന്നാണ്. റസൂലും നബിയും ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് മുഹമ്മദ് എന്നത്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. നിങ്ങള് നബി ആകുന്നതിന്റെ മുമ്പ്, റസൂൽ ആകുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ പാടില്ല. നുബുവത്തിനെ അംഗീകരിച്ചാൽ പോരാ, റിസാലത്തിനെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദ് നബിയെ തന്നെ അംഗീകരിക്കണം. നുബുവത്തിന്റെയും റിസാലത്തിന്റെയും മുമ്പൊരു മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിൽ ന്യൂനത കണ്ടെത്താനും പാടില്ല. 61-ാമത്തെ വയസ്സിൽ മക്കം ഫത്ഹായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 61-ാമത്തെ വയസ്സിൽ മക്കം ഫത്ഹായി. ഏകദേശം മക്കം ഫത്ഹായ ഡ്യൂട്ടി കഴിയും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നത്തെ 2 കൊല്ലം എന്തിനായിരുന്നു? സഹാബത്തിന് ഇങ്ങനെ കാണാന്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 കാര്യങ്ങളാണ് സ്വഹാബ. അത്തിബു വന്നിസാഉ വഖുറത്തു ഐനി ബിസ്സലാ. ഒന്ന് അത്തിബു സുഗന്ധമാണ്, വന്നിസാഉ രണ്ടാമത്തേത് ഉമ്മാത്തുൽ മുഅ്മിനീൻ എന്ന എൻ്റെ ഭാര്യമാരാണ്, വഖുറത്തു ഐനി ബിസ്സലാ മൂന്നാമത്തേത് നിസ്കാരത്തിൽ കണ്ണിന്റെ കുളിർമയാണ്. സഹാബത്തെ ഇങ്ങക്കോ എന്ന് ചോദിച്ചു. എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യമാണ്, നിങ്ങൾക്കോ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായത്? മുസ്ലിങ്ങളെ പേരിങ്ങനെ എഴുതുകയാണെങ്കിൽ 1 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള പേരാ എഴുതുക.
യോദ്ധാവല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തടിമണ്ണുള്ള ആളല്ല, മെല്ലിച്ച് നീണ്ട ഒരാളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളല്ല, ഒച്ചടുന്ന ആളല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കുന്ന ആളാണ്, വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ്. അങ്ങനെയൊക്കെയായാലും ഈ ഉമ്മത്തിലുള്ള ആളുകളുടെ പേര് എഴുതുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കഴിഞ്ഞാൽ തൊട്ട് താഴെ എഴുതുന്ന പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. എനിക്ക് ഈ ദുന്യാവിലെ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മോത്തേക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഇത് മനസ്സിലായ ഒരാൾ സുന്നിയല്ലാതെ വേറൊന്നും ആവൂല. ഇത് മനസ്സിലായ ആള് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര മദ്ഹ് ചെയ്താലും കൂടുതലാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, അംഗീകാരങ്ങൾ നമ്മളിലേക്ക് പകർത്തണം. അത് മാത്രം പോരാ, അതേതായാലും വേണ്ടതാണ്. നബിതങ്ങൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് ആവാഹിക്കണം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാൻ രണ്ട് വഴിയാണുള്ളത്. ഒരാള് വേറൊരാളുടെ ഉള്ളിലേക്ക് കയറാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ കേൾക്കുക. ഒന്നുകിൽ കാണലാണ് അല്ലെങ്കിൽ കേൾക്കലാണ്. കാണണമെങ്കിൽ ഒരേ കാലത്ത് ജീവിച്ചവരായിരിക്കണം, അല്ലാതെ കാണാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കുകയും നബി തങ്ങളെ കാണുകയും ചെയ്തവർക്കാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. ഒരാള് 10,000 കൊല്ലം സുജൂദിൽ കിടന്നാലും ഒരു സഹാബിന്റെ അടുക്ക് എത്തൂല. എന്തേ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നുള്ളത് തന്നെയാണ് കാര്യം. ഒന്നാമത്തെ വഴി നമ്മളെ മുമ്പിലില്ല, കാണുക എന്നുള്ള വഴി നമ്മളെ മുമ്പിലില്ല. രണ്ടാമത്തെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. രണ്ടാമത്തെ വഴിയാണ് കേൾക്കുക എന്ന് പറയുന്നത്. കേൾക്കണമെങ്കിൽ പറയണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേൾക്കണമെങ്കിൽ നബി തങ്ങളെ കുറിച്ച് പറയണം. നബി തങ്ങളെ കുറിച്ച് പറയുന്നതിനാണ് മൗലിദ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മുഴുവനും നബി തങ്ങളെ കുറിച്ചുള്ള സംസാരമാകുന്നു. ദീനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താല്പര്യമാണ് എന്ന് മനസ്സിലായാൽ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ, മറ്റൊന്നിലും നിൽക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത്. ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ്, രണ്ടാമത്തത് സുന്നത്ത് ചെയ്യലാണ്. ചില ആൾക്കാർ പറഞ്ഞു എന്തായിട്ടുണ്ട് വെച്ചാല് ഒന്നാമത്തത് സുന്നത്ത് ചെയ്യലാണ് എന്നായിട്ടുണ്ട്. അങ്ങനല്ല. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി എന്നാണ്. എന്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ്, രണ്ടാമത്തത് സുന്നത്ത് ചെയ്യലാണ്. ചെയ്യാത്തോനും ഇഷ്ടപ്പെടാൻ പറ്റും. ഒരാള് പട്ടാളത്തിലാണ്, അയാൾക്ക് തൊപ്പിടാൻ പാടില്ല. ഓല തൊപ്പിയിടാൻ പാടുള്ളൂ, നമ്മളെ തൊപ്പിടാൻ പാടില്ല. പട്ടാളത്തിലാണെന്ന് കൂട്ടിക്കോളി. പക്ഷെ തൊപ്പിടൽ അയാൾക്ക് ഇഷ്ടമുണ്ടായാൽ മതി, അത് സുന്നത്തിനോടുള്ള ഇഷ്ടമാണ്. സുന്നത്ത് ചെയ്യൽ രണ്ടാമത്തതും സുന്നത്തിനെ ഇഷ്ടപ്പെടൽ ഒന്നാമത്തതുമാണ്. സുന്നത്തിനെ ഇഷ്ടപ്പെട്ടേ മതിയാവും, ചെയ്യൽ രണ്ടാമത്തതാണ്. ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണത്, ചെയ്യണം, പക്ഷെ അത് രണ്ടാമത്തതാണ്. ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടണം. ഒരാൾക്ക് വലത്തേ കാല് മുറിഞ്ഞിട്ടുണ്ട്, ഇടത്തേ കാലേ ഉള്ളൂ. അയാൾ ബാത്റൂമിൽ കയറുമ്പോ ഒരാൾക്ക് ഇടത്തേ കാല് മുറിഞ്ഞിട്ടുണ്ട്, വലത്തേ കാലേ ഉള്ളൂ. അയാൾ ബാത്റൂമിൽ കയറുമ്പോ അയാൾക്ക് വലത്തേ കാല് വെച്ചിട്ടേ കയറാൻ കഴിയുള്ളൂ, കാരണം അയാൾക്ക് ആ കാലേ ഉള്ളൂ.
പക്ഷെ അയാൾക്ക് ഇടത്തെ കാല് വെച്ച് കയറാൻ ഇഷ്ടമാണ്, അത് മതി. സുന്നത്തിനെ ഇഷ്ടപ്പെട്ടു, ചെയ്തിട്ടില്ല, ഓന് ചെയ്യാൻ കഴിയണില്ല. ഒന്നാം സ്ഥാനത്ത് വരുന്നത് സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടലും അതിന്റെ ഭാഗമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ കുറേ ഉണ്ട്. പല ഹദീസുകളും നമുക്ക് ജീവിതത്തിന്റെ ഭാഗമല്ല. ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മളെ ജീവിതത്തിലില്ല. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽ പെട്ടതല്ല. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽ പെട്ടതല്ല. ഈ ബഹുമാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അമൽ ഒന്നാണ്, രണ്ടെണ്ണല്ല. പേര് മാത്രമേ മാറുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു വയസ്സായ ആളിപ്പം ഇങ്ങനെ നടന്നു വന്നു, ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. അപ്പൊ സീറ്റില്ല അയാൾക്ക് ഇരിക്കാൻ. എന്നാ ഒരു സീറ്റ് അയാൾക്ക് ഒഴിഞ്ഞെടുക്കണതിന്റെ പേരെന്താ? ബഹുമാനം എന്നാണ്. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കയറി വന്നു, ഇരിക്കാൻ സീറ്റില്ല. അപ്പൊ ഒരു സീറ്റ് ആ കുട്ടിക്ക് കൊടുത്താൽ അതിന്റെ പേരെന്താ? കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. ബഹുമാനവും കാരുണ്യവും ഒന്നാണ്. അമല് കൊണ്ട്, പേര് കൊണ്ടേ മാറണുള്ളൂ, സാധനം ഒന്നാണ്. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിയല്ല എന്ന് പറഞ്ഞാല് രണ്ടിൻ്റെയും അമൽ ഒന്നാണ്. വലിയവരോട് എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണോ അത് കുട്ടികളോടും ചെയ്യാൻ പാടില്ലാത്തതാണ്. വലിയവരോട് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അത് കുട്ടികളോടും ചെയ്യേണ്ടതാണ്. മനസ്സിലായില്ല? അതായത് ഓവാലത്തും അങ്ങനെ ഇരിക്കുകയാണ്, റോഡ് സൈഡിൽ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു വയസ്സൻ, ഒരു പ്രായമായ ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു വയസ്സ്, ഒരു 10-50 വയസ്സായ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓനെ നമ്മൾ കളിയാക്കൂല. എന്താ കാരണം? വലിയവരോടുള്ള ബഹുമാനാന്ന നമ്മളെ വിചാരം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ കളിയാക്കാൻ പാടുണ്ടോ? പുറത്തുള്ള ഒന്നും കൂട്ടണ്ട. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ വരെ നമ്മൾ പരിഹസിക്കും. വലിയവരെ പരിഹസിക്കാൻ പാടില്ലെങ്കിൽ കുട്ടികളെയും പരിഹസിക്കാൻ പാടില്ല. രണ്ടു സാധനം ഒന്നാണ്. വലിയവരോടുള്ള ബഹുമാനവും കുട്ടികളോടുള്ള കാരുണ്യവും സാധനം ഒന്നാണ്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. മുതിർന്നവരെ നമ്മൾ പരിഹസിക്കാത്തതിന് കാരണം പെരടി ചൂടാകും എന്നതുകൊണ്ടാണ്. കുട്ടികളെ നമ്മൾ പരിഹസിക്കുന്നതിന്റെ കാരണം പെരടിക്കൊന്നും സംഭവിക്കൂല എന്നതുകൊണ്ടാണ്. അല്ലാതെ ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതല്ല. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്? പാലില് വെള്ളം ചേർക്കാൻ പാടില്ല, ഹദീസ്. പാലില് വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരു മാതാവ് മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ നിർബന്ധിക്കുന്നത് കേട്ടു. ഇമ്മ ഞാൻ ചേർക്കൂല എന്ന് മോള് പറയണതും കേട്ടു. അതിന് രാത്രി ആരാ കാണാനുള്ളത് എന്ന് ഉമ്മ ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞു, ആരും കണ്ടില്ലെങ്കിലും പടച്ച തമ്പുരാൻ കാണും. രാവിലെ ഉമർ ഖത്താബ് തന്റെ മകനെ പറഞ്ഞയച്ചു പെണ്ണ് കാണാന്. ആ പെണ്ണിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ കൊണ്ട് കെട്ടിച്ചു. അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ അതന്നെ ഞാൻ പൈക്കളെ വളർത്താത്തത് എന്നാ. അതന്നെ നമ്മളാരും പൈക്കളെ വളർത്താത്തത്. കാരണം ഇനി പൈലറ്റ് തുള്ളി വെള്ളം ചേർന്നിട്ട് അത് സ്വീപ്പാവണ്ട. ഈ പാലില് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം പാലിന് മാത്രം ബാധകമാകുന്നതല്ല, സോപ്പിലും വെള്ളം ചേർക്കാൻ പാടില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയ്യേകാൻ വേണ്ടിട്ട് പോയി നോക്കുകൊണ്ട് സോപ്പിൽ വെള്ളം പറഞ്ഞിട്ടുണ്ടോന്നറിയാം. എന്നാ പിന്നെ ആദ്യം തന്നെ ആ പലർക്ക് വീടിൽ നിന്ന് കിട്ടണ കല്യാണത്തിന് തൂക്കണ കട്ട കൊടുന്ന് തൂക്കിയാൽ മതിയല്ലോ, അതിനത്ര പൈസ ഇല്ലല്ലോ. അപ്പൊ ഇത് കുപ്പിയിലുള്ള സാധനമാണെന്ന് വരും വേണമെന്നാ കായ് ഇലവാനും പാടില്ല, അതിൽ വെള്ളം പറഞ്ഞു നിൽക്കുകയാണ്. ഹദീസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാകണില്ല എന്ന്. ഹദീസ് അതിന്റെ വഴിക്ക് അങ്ങനെ പോവുകയാണ്, നമ്മൾ വേറെ വഴിക്ക് അങ്ങനെ പോവുകയാണ്. സുന്നത്ത് ക്യാമ്പയിൻ ഉണ്ട് മഹലിന്.
വേണ്ട തന്നെയാണ്. വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഹദീസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാവണം. വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുക എന്നത് ഈമാന്റെ ഭാഗമാണ്. നമുക്ക് ആകെ മനസ്സിലായത് വഴിയിൽ മുള്ളുണ്ടെങ്കിൽ എടുത്തിടണം എന്ന് മാത്രം, അല്ലാതെ സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ വണ്ടി കൊണ്ടിടാൻ പാടില്ല എന്ന് മനസ്സിലായില്ല. വഴിയിലെ ബുദ്ധിമുട്ട് നീക്കുക തന്നെ നമുക്ക് ആകെ മനസ്സിലായത് എന്താ? റോട്ടും എവിടെയും വല്ല ആണി എന്തേലും കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തിടണം. സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വണ്ടി രാവിലെ കൊണ്ടുപോയിട്ട് കണ്ട് ട്രെയിൻ കയറിയിട്ട് ഓരാണ് പോയിക്കുക. എന്നിട്ട് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടേ മൂപ്പര് വരുന്നുള്ളൂ. അതുവരെ ഈ സാധനം അവിടെ കിടക്കുക, റോഡ് ബ്ലോക്ക് ചെയ്യുക. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായമല്ല. ഈ വലിയൊരു എന്ന് പറഞ്ഞാൽ എങ്ങനെ വലുതാവുക? പ്രായം കൊണ്ട, വിവരം കൊണ്ട, സ്ഥാനം കൊണ്ട? എന്തുകൊണ്ടായി വലുതായാല്? പൈസ കൊണ്ടാ? തണ്ടും തടി ഉണ്ടായാല? ആരോഗ്യം ഉണ്ടായാല? എന്തുകൊണ്ടായി വലുതായാല്? എല്ലാതുകൊണ്ടും വലുതോ? എല്ലാതുകൊണ്ടും വലിയവരെ ബഹുമാനിക്കണം, എല്ലാതുകൊണ്ടും ചെറിയവരോട് കാരുണ്യം കാണിക്കണം. ഒരാൾ ഇന്നോവയിൽ ഇങ്ങനെ പോവുകയാണ്, ഒരാൾ മോട്ടോർ സൈക്കിൾ പോവുന്നുണ്ട്, ഒരാൾ വലുതും ഒരാൾ ചെറുതുമാണ്. ഇന്നോവക്കാരൻ വിചാരിക്കണം ചെറിയവരോട് കാരുണ്യം കാണിക്കണം എന്നാണല്ലോ ബൈക്കാരൻ പൊയ്ക്കോട്ടെ എന്ന്. ബൈക്കാരൻ വിചാരിക്കണം വലിയവരെ ബഹുമാനിക്കണം എന്നാണല്ലോ ഇന്നോവക്കാരൻ പൊയ്ക്കോട്ടെ എന്ന്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കണം. പക്ഷെ വിചാരിക്കുന്നുണ്ടോ? ഹദീസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ല. അതതിന്റെ വഴിക്ക് വേറി, നമ്മളെ വഴിക്ക് വേറിയാണ് പോണത്. എവിടുന്നപ്പോ നേരാകുക? വഴിയിലെ ബുദ്ധിമുട്ട് നീക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മനസ്സിലായത് മുള്ളെടുത്തിടല് മാത്രമാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? വീട്ടിന്ന് വേസ്റ്റ് വെള്ളം റോട്ടുമ്മക്ക് തുറന്നിട്ടിട്ട് നമ്മളിങ്ങനെ പ്രസംഗിക്കുകയാണ്. എന്ത്? വഴിയിലെ ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യണം. ഈമാനിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്. 70 ചില്ലാനം സാധനങ്ങൾ ഈമാൻമ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ആ 70 ചില്ലാനം സാധനങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഈമാനുമ കണക്ട് ചെയ്ത 70 സാധനങ്ങൾ. അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ ഭാഗമാകുന്നു. എന്താണ്? സാറ്റു. ഒരു ശനി മുതൽ അടുത്ത ശനിയാഴ്ച വരെ ക്ലീനിങ്. നിയ്യത്ത് നല്ലതാണെങ്കിൽ നല്ല പരിപാടിയാണ്, ഈമാൻ കൂടും. അതിന് ഒരു ശനിയാഴ്ച മുതൽ പിറ്റത്തെ ശനിയാഴ്ച വരെ ഒന്നും പോരാ. രാവിലെ നീച്ചിട്ട് മുറ്റടിക്കുമ്പോ പടച്ചോനെ ഇത് നവാഫത്ത് ഈമാന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മുറ്റടിച്ചു വരുന്നത്. നിയ്യത്ത് ചെയ്താലേ ഓരോ ദിവസം മുറ്റടിക്കുന്നതിനനുസരിച്ച് ഈമാൻ കൂടിക്കൊണ്ടിരിക്കും. ഡ്രസ്സ് അലക്കാൻ വേണ്ടി വാഷ് മെഷീനിൽ ഇടുമ്പോ നവാഫത്ത് ഈമാന്റെ ഭാഗമാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് അലക്കുന്നത് നിയ്യത്ത് ചെയ്യണം. ഈമാൻ കൂടുന്ന കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞോന്നല്ല കേട്ടോ, അത് കുറച്ചൊക്കെ ആണുങ്ങൾക്കും പറ്റും. ഈ സ്ത്രീകളുടെ സ്വബർ നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷമാണ് എന്നാണ്. അലക്കണ മെഷീൻ, വാഷ് മെഷീൻ വന്നതിന്റെ ശേഷമാണ് സ്ത്രീകളുടെ ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് അലക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അമലാണ്. മനുഷ്യരുടെ അയ്ബുകൾ മറച്ചു വെക്കുക എന്ന സത്താർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിന്റെ നൂറാനിയത്താണ് അലക്കുക എന്ന അമലിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെ ചിന്തിക്കണം നമ്മൾ ആ കാര്യം. സത്താർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിന്റെ നൂറാനിയത്താണ്. ചില ഇസ്മുകളൊന്നും നമുക്ക് തീരെ മനസ്സിലാവില്ല. അങ്ങനെയാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. ഇതൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും, കാരണം അതിനത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു തആല ഗഫൂറാണ് എന്നുള്ള വേഗം മനസ്സിലാവും നമുക്ക്, കാരണം കുരുത്തക്കടല്ലാതെ വേറെ ഒന്നും കാട്ടൂല. പിന്നെ അള്ളാഹു തആല ഗഫൂറാണ്, പുറത്തു തരുന്നവനാന്ന് മനസ്സിലാകല്ല നിർവാഹമില്ല. അള്ളാഹു തആല സത്താറാണ്, മറച്ചു വെക്കുന്നവൻ. എന്താ മറച്ചു വെക്കുക എന്ന് പറഞ്ഞത്? മറ്റുള്ളവരുടെ അയ്ബുകളെ മറച്ചു വെക്കുക. 4 സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ കഴിയുന്ന തെറ്റ് ഒറ്റ സാക്ഷിയുമില്ലാതെ തന്നെ വാട്സപ്പിൽ പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മൾ.
ഒരു മടിയില്ല. 4 സാക്ഷികൾ കണ്ടു നിൽക്കുമ്പോൾ ഒരാൾ പരസ്യമായി ചെയ്താൽ മാത്രമേ ഒരാളോട് പറയാൻ പാടുള്ളൂ. അങ്ങനത്തെ തെറ്റ് ഒറ്റ സാക്ഷിയില്ല, ഒന്നുമില്ലാതപ്പോ അങ്ങനെ ആൾക്കാർ പറയില്ലല്ലോ എന്നാണ് നമ്മളെ ന്യായം. ഒന്നുമില്ലാതൊക്കെ ആൾക്കാർ പറയും. മുസ്തഫായ നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിനെ പറ്റി വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏതാൾക്കാര്? മുനാഫിക്കുകൾ എന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുമില്ലാതെയും പറയും. ഒന്നുമില്ലാതെ പറയില്ല എന്ന് നമുക്ക് വെറുതെ തോന്നാണ്. അതുകൊണ്ട് സംസാരമാണ്. ഞങ്ങളൊരു കാര്യം പറയാം. ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് നമ്മുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ ആദ്യമായി അവൻ സ്വാധീനിക്കുന്നത് നാവിനെയാണ്. ഒരാള് ശൈത്താന്റെ വഴിയിലേക്ക് തിരിയാണെങ്കിൽ ആദ്യം ആ വഴിക്ക് തിരിയ നാവാണ്. ശൈത്താന് ലാനത്തുല്ലാഹി അലൈഹിക്ക് ആദ്യമായി തെറ്റിയത് നാവായിരുന്നു. നാവാണ് ആദ്യമായി പേച്ചിട്ടുള്ളത്. ഓനൊരു വർത്താനം പറഞ്ഞു. വർത്താനാണ് ആദ്യം പോകുക. എന്തേ വർത്താനം പറഞ്ഞത്? ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ആദമിനെ മണ്ണ് കൊണ്ടും എന്നെ തീ കൊണ്ടും പടച്ചതല്ലേ. അസ്ജുദു ലിമൻ ഖലഖ്ത തീന. മണ്ണ് കൊണ്ട് പടച്ച ആദമിനെ തീ കൊണ്ട് പടച്ച ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ്? പടച്ചോനെ, എന്തൊരു വർത്താനപ്പ ഈ പറയണത്? മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനല്ലേ എന്നാണ് ചോദ്യം. വിഷയം അത് ശരിയാണ്, മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട്. പക്ഷെ എല്ലാ വർത്താനും എല്ലാരോടും പറയാനുള്ളതല്ല. അത് പടച്ചോനോട് പറയാൻ പറ്റിയ വർത്താനല്ല. എല്ലാ സംസാരവും എല്ലാവരോടും പറയാനുള്ളതല്ല. ചില കാര്യങ്ങൾ ചില ആളുകളോട് പറയാൻ പാടില്ലാത്തതാണ്. വാപ്പാനോട് വീട്ടിന്ന് ചോറിക്കാനിരിക്കുമ്പോ പറയണ വർത്താനം വാപ്പാനോട് ആൾക്കാരിടയിൽ വെച്ച് പറയാൻ പാടില്ല. വാപ്പാനോട് വീട്ടിൽ നിന്ന് പെരുമാറുന്ന അതേപോലെ വാപ്പാനോട് നാട്ടിൽ വെച്ച് പെരുമാറാൻ പാടില്ല. തൊയ്യിബ് വൈസി പറഞ്ഞെന്നൊരു കഥ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ഹൈദറുസ് ഉസ്താദിന്റെ മകൻ തൊയ്യിബ് വൈസി, അള്ളാഹു ഹൈദറുസ് ഉസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തൊയ്യിബ് വൈസി ഒരിക്കൽ എന്നോടൊരു കഥ പറഞ്ഞു. ഒരു ദിവസം ഹൈദറുസ് ഉസ്താദ് രാവിലെ കുളിക്കാൻ വേണ്ടി ബക്കറ്റും വെള്ളേറ്റ് പോവുകയാണ്. 2 ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളേറ്റ് കുളിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ തൊയ്യിബ് വൈസി ഓടി ചെന്നിട്ട് ഞാൻ കൊണ്ടുവച്ചരാന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ നോക്കിയപ്പോ വാപ്പ പറഞ്ഞു തരേ, ഇന്നിപ്പോ 2 ബക്കറ്റ് വെള്ളം കുളിക്കാൻ കൊണ്ടുവെക്കാൻ എന്നെ കൊണ്ട് കഴിയും. കയ്യാത്തന്ന് നിങ്ങളൊക്കെ ചെയ്യണം, നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്ക് ചെയ്യാനുള്ളത്? അതുകൊണ്ട് ഇന്ന് എനിക്ക് കഴിയും, ഇന്ന് ഞാൻ ചെയ്തോളാം, കഴിയാത്ത സമയത്ത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാരും കൂടി ഒരു വഴിക്ക് പോവുകയാണ്. ചെമ്മുക്കം കുഞ്ഞാപ്പാജുണ്ട്, അങ്ങനെയുള്ള ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. തൊയ്യിബ് വൈസ് ബാക്കിലുണ്ട്. ഹൈദറുസ് ഉസ്താദിന്റെ കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ടാവും എപ്പോഴും, ഇത്ര വലുപ്പമുള്ള ചെറിയൊരു ബാഗ്. അപ്പൊ ഈ ബാഗും കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ പോയി കുറേയാണ് ദൂരെത്തി. എല്ലാരും വർത്താനത്തിൽ മുഴുകിയേക്കിന് ഹൈദറുസ് ഉസ്താദ് ഇങ്ങനെ ബാഗ് നിന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ബാഗ് തൊയ്യിബ് വൈസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത്രേ, ഇതവിടെ പിടിച്ചോന്ന് പറഞ്ഞു. പിന്നെ തൊയ്യിബ് വൈസി കൈ പിടിച്ചിട്ട് നടക്കുകയാണ്. വീട്ടിൽ നിന്ന് വെള്ളം നിറച്ച ബക്കറ്റ് വാപ്പാക്ക് പിടിക്കാൻ വയ്ക്കും. ഇത്ര പോന്ന ഒരു ബാഗ് വാപ്പാക്ക് പിടിക്കാൻ വയ്യ. എന്താ വ്യത്യാസം? വീട്ടിൽ നിന്ന് വാപ്പയും മക്കളും മാത്രമാവുമ്പോ മക്കൾ അത് ചെയ്യണമെന്നില്ല, വാപ്പാക്ക് വയ്ക്കും. ആൾക്കാരുടെ നിന്ന് വാപ്പാന്റെ ബാഗ് പിടിക്കേണ്ടത് മകനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. നാട്ടുകാരുടെ നിന്ന് വാപ്പാനോടുള്ള പെരുമാറ്റവും ഒറ്റക്കാവുമ്പോൾ വാപ്പാനോടുള്ള പെരുമാറ്റവും ഒരുപോലെയല്ല, രണ്ടും 2 തരത്തിലാണ് ആവേണ്ടത്. എല്ലാവരോടും ഒരേ കാര്യം ഒരുപോലെ സംസാരിക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയട്ടെ, സത്യം പറയുക എന്നത് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. കളവ് പറയാതിരിക്കുക എന്നതാണ് നിർബന്ധമുള്ള കാര്യം. സത്യം പറയൽ നിർബന്ധമില്ല. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നു,
സുബഹി നിസ്കാരം കഴിഞ്ഞേക്ക് സുലൈമാക്കാന്റെ ചായപ്പിടി പോയി. അങ്ങനെ ഒരു കാൽ ചായ ഒരു പുട്ടും കഷ്ണം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു. 8 മണി വരെ സത്യം പറയന്നെ, ഒരു നിർബന്ധമില്ല. കളവ് പറയാതിരിക്കലാണ് നിർബന്ധമുള്ളത്. സത്യം ഇങ്ങനെ പറഞ്ഞു നടക്കൊന്നും വേണ്ട. സത്യം പറയേണ്ടത് എപ്പോഴാ? പറയുകയല്ലാതെ ഇനി വഴിയില്ല എന്ന് തോന്നുമ്പോൾ പറയണം. കളവ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ സത്യം പറയുക എന്നതിനേക്കാൾ പ്രധാനമാണ് കളവ് പറയാതിരിക്കുക എന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ അവന് ചില നഷ്ടങ്ങളുണ്ടാവും. ഒരാളെ ശൈത്താൻ സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം നഷ്ടപ്പെടുന്നത് വെള്ളിയാഴ്ച രാവായിരിക്കും എന്നാണ്. ഒരാളെ ശൈത്താൻ സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം അവന് നഷ്ടപ്പെടുക വെള്ളിയാഴ്ച രാവൈക്കാരം. വെള്ളിയാഴ്ച രാവിലെ നോക്കിയിട്ട് അവൻ സിനിമക്ക് പോകും. അതന്നെ ആദ്യം അതാണ് ഉണ്ടാകുക. കുറെ യുവാക്കൾ ഒരുമിച്ച് കൂടിയ സദസ്സാണിത്. ചെറുപ്പക്കാര് നന്നാവൂല എന്ന് വെറുതെ പറയാണ്. യുവാക്കളുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. ചെറുപ്പക്കാര് നന്നാവും. റമദാൻ മാസം ആയാല് പള്ളിക്കത്തെ ഹൗദില് വെള്ളടിച്ച തികയിലുണ്ടോ? ഇല്ല. അത് വയസ്സന്മാര് നിക്കരിച്ചിട്ടൊന്നുമല്ല, ചെറുപ്പക്കാര് നിക്കരിച്ചിട്ട് തന്നെയാണ്. നന്നാവൂല എന്ന് വെറുതെ അറിയാണ്. ആരെ പറഞ്ഞു നോക്കിയത്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവറുകൾ പറഞ്ഞിട്ടുണ്ട്, യുവാക്കൾ നന്നാവൂല എന്ന് നിങ്ങൾ വെറുതെ ആക്ഷേപിക്കുകയാണ്. പറയേണ്ടതുപോലെ നിങ്ങൾ അവരോട് പറയാത്തതാകുന്നു പ്രശ്നം. ഇതിന്റെ ഒരു കാരണം എന്താ വെച്ചാലേ, ആർക്കും അവനാനെ പറ്റി അറിയണ്ട, എല്ലാവർക്കും വേറുള്ളവരെ പറ്റിയിട്ടാണ് അറിയേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് എവിടെയും ക്ലാസ്സിന് ചെന്നാലേ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, ഉസ്താദേ നല്ലോണം പെണ്ണുങ്ങളുണ്ട് കേട്ടോ, അടിയിലും മേലെയും അൽബിറിലും താഴെയും മുറ്റത്തും നല്ലോണം പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ പറ്റി നല്ലോണം പറയുണ്ട് ഉസ്താദേ എന്ന് പറയും. ഇനി പെണ്ണുങ്ങൾക്കെങ്കിലും എന്താ ഞാൻ പറയേണ്ടതെന്ന് ചോദിക്കാനും പറയാനും ഒരു അവസരം കൊടുത്താൽ പോലും പറയും ആണുങ്ങളെ പറ്റി നല്ലൊന്ന് പറയുണ്ട് ഉസ്താദേ. പെണ്ണുങ്ങൾക്കൊക്കെ അറിയേണ്ടത് ആണുങ്ങളെ പറ്റിയിട്ടാണ്, ആണുങ്ങൾക്കൊക്കെ അറിയേണ്ടത് പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ്. ആർക്കും അവനാനെ പറ്റി ഒന്നും അറിയണ്ട. വയസ്സന്മാര് പറയും ചെറുപ്പക്കാരെ പറ്റി നല്ലോണം പറയുണ്ട് ഉസ്താദേ, ചെറുപ്പക്കാരൊക്കെ നല്ലോണം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, ഓലൊക്കെ പറ്റ മോശമാണ്, ഓലെ പറ്റി പറയുണ്ട്. ചെറുപ്പക്കാരോട് വിളിച്ചിട്ട് ചോദിച്ചോക്കണ്ട എന്താ ഇപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന്. നിസ്കരിച്ചവർക്ക് അറിയേണ്ടത് നിസ്കരിക്കാത്തവരെ പറ്റിയിട്ട്. നിസ്കരിക്കാത്തവരോട് ചോദിച്ചു നോക്കണം എന്താ പറയേണ്ടതെന്ന്. ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാരത്തികള് പറമാണിച്ചികള്, ഓലെ പറ്റി ഉസ്താവൊന്നും നല്ല പറഞ്ഞോളി എന്നാ ഓർക്ക് പറയാനുള്ളത്. ഇതൊന്നാണ് മാറുക. ആദ്യം അവനാനെ പറ്റി ഒന്നാണ് കേൾക്കാൻ തയ്യാറാവുക. എല്ലാവരും സ്വന്തത്തെ പറ്റി കേൾക്കാൻ തയ്യാറാകുക. യുവാക്കൾ അത്ര നന്നാവാത്തവരല്ല. ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരൊക്കെ ചെറുപ്പക്കാരാ. ഖദീജ ബി ഒഴിച്ച്, ഖദീജ ബി 40 വയസ്സ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ യുവാവാൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീൻ വിശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും വടിയൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് താടിയൊക്കെ ഇങ്ങനെ നീണ്ട് നിറച്ച താടിയുള്ള ഒരു വയസ്സൻ എന്ന് തോന്നും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ അങ്ങനെയൊന്നുമല്ല, നല്ല ചെറുപ്പക്കാരനാ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോ യുവാവാൻ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ യുവാവാൻ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരുമ്പോൾ യുവാവാൻ. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരുമ്പോൾ യുവാവാൻ. സഹാബത്തിനെ നമ്മളിങ്ങനെ പരിശോധിച്ചാലേ സഹാബത്തിന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ട ആളുകളൊക്കെ ഇസ്ലാം ദീനിലേക്ക് വരുമ്പോൾ യുവാക്കളായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് നന്നാവൂല എന്ന് നമ്മൾ വെറുതെ അവരുടെ മേൽ ആക്ഷേപം പറയാണ്, ആരോപണം പറയാണ്. അതിൻ്റെ ഒരു പ്രശ്നം ആരും അവനാനെ കുറിച്ച് ചിന്തിക്കണില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണെന്നാണ്. ഏറ്റവും കൂടുതൽ മാറ്റം 3 സമയത്താണ്. ഒന്നാമത്തേത് പ്രായപൂർത്തിയാവുമ്പോൾ. പ്രായപൂർത്തിയാകുക എന്നതിനോട് ഞാൻ ഉദ്ദേശിച്ചത് ബുലൂഗാവുക എന്നല്ല, വലിയ കുട്ടിയാകുക എന്നാണ്. വാപ്പ പറയല്ല കുട്ടികളോട്, ഉമ്മ പറയും കുട്ടികളോട്, എടാ കുതിരളിക്കല്ലോ ഇതിപ്പോ വലിയ കുട്ടിയായി എന്ന് പറയും. അപ്പൊ ഓനും തോന്നും ശരിയാണ്, ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്. എന്താ അതിന്റെ കുഴപ്പം? വലിയ കുട്ടിയായുള്ള പ്രശ്നം എന്താ വെച്ചാല്
ഓനോട് ആരും ഒന്നും അങ്ങോട്ട് പറയണ്ട, എല്ലാരോടും അങ്ങോട്ട് പറഞ്ഞോളൂ എന്നുള്ളതാണ് പ്രശ്നം. വലിയ കുട്ടിയായി തോന്നിയാൽ പിന്നെ ആരും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന വയസ്സന്മാർക്ക് വരെ ആർക്കും വലിയ കുട്ടിയാണ് എന്ന് തോന്നരുത്. എപ്പോഴും നമ്മളോട് പറയാൻ ഒരാളുണ്ടായിരിക്കണം. വലുതായാ പോയി കാര്യം. രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ്. ഒരു ജോലി കിട്ടാൻ വേണ്ടി കഴുതക്കാല് പിടിക്കും എന്നാണല്ലോ. കഴുതന്റെ കാലല്ല, കഴുതന്റെ വാലുമാണെങ്കിൽ പിടിക്കും ജോലി കിട്ടാൻ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും. ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാല്, ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാല്, വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെയൊക്കെ ഉണ്ടാവും ചില മനുഷ്യന്മാർ മുഖത്ത് പോക്കാത്ത സൈസ്. ജോലി കിട്ടിയപ്പോൾ ആയതാണ് പോലെ അങ്ങനെ. അതിന്റെ മുമ്പ് നല്ല മനുഷ്യന്മാരായിരുന്നു. ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ആയതാണ്. എല്ലാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞ കേട്ടോ, ചിലവരെങ്കിലും അങ്ങനെയാണ്. പക്ഷെ ഓരെയും കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും ഈ നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം എന്ന്. നടക്കൂല ആ പരിപാടി. അത് അങ്ങോട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ മാറ്റം എപ്പോഴാന്ന് പറയുന്നത്, ഈ ജോലി കിട്ടിയവർക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ജോലി ഇല്ലാത്തവരോട് ഭയങ്കര ദേഷ്യക്കാരം. ജോലിക്കാർക്ക് ജോലി ഇല്ലാത്തവരോട് ഭയങ്കര ദേഷ്യ. പണിയൊന്നുമില്ലേ, ഓനൊന്നും ഒന്നിനും പറ്റൂല, ഓൻ പണിയില്ലാതെ അങ്ങനെ അങ്ങോട്ട് നടക്കല്ലേ എന്ന്. ഇവനിപ്പോ ഇന്നലെ കിട്ടിയത്, അത് വേറെ കാര്യം. ജോലിക്കാരുടെ പ്രശ്നമുള്ളത്. മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആവുമ്പോഴാണ്. റിട്ടയർഡ് ആവാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, എവിടുന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. എന്തേ, വന്ന വഴി മറക്കും എന്നുള്ളതാണ് റിട്ടയർഡ് ആയുള്ള പ്രശ്നം. കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. പള്ളിക്കൊരു ദർശം കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. ഹൗദൊന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്. കാലുമ പാർന്നാലും പ്രശ്നമായി, പാർന്നില്ലെങ്കിലും പ്രശ്നമായി. ഉസ്താദിന് സ്വകാര്യത്തിൽ എന്നോട് പറയാൻ ഒരു സമയം ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ വന്ന് ചായ കുടിച്ചു, ഇങ്ങനെ വന്ന് കയറി. പൊതുവേ ഉള്ളൊരു സംഗതിയാണ്. എന്താ വെച്ചാല് കുട്ടികൾ അതിന് ഇവിടെ നിന്ന് മാത്രമല്ല കേട്ടോ, അത് പെരയിലും അങ്ങനെ തന്നെ ഇക്കാരം. പേരക്കുട്ടികൾ വരുമ്പോ വലിയ സന്തോഷക്കാരം. പിന്നെ വല്യാപ്പ മാന്തൽ തുടങ്ങി. അപ്പടി ഇപ്പടി അങ്ങോട്ട് ഇങ്ങോട്ട് തൊടല്ലേ നോക്കല്ലേ, അങ്ങോട്ട് സൈക്കിൾമ കയറിയാലും പ്രശ്നമാണ്, സൈക്കിൾമെന്ന് ഇറങ്ങിയാലും പ്രശ്നമാണ്. കണ്ണടെടുത്താലും പ്രശ്നം, പത്രത്തിൽ നിന്ന് ഫോട്ടോ കീറി അങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങനെ കച്ചറന്നെ. പേരക്കുട്ടികൾക്ക് ഈ വല്യാപ്പ എന്തേലും ഒന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാവും. സാധുവിനൊന്നും ഉണ്ടായിരുന്നാൽ മതി. കുട്ടികളാവുമ്പോ പത്രത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും, ബാക്കി മതി. നമ്മളാരും പുരാവസ്തു ഗവേഷകരൊന്നും അല്ലല്ലോ. ബാക്കി പഴയതിന്റെ കൂടെ തൂക്കി വെക്കാനുള്ളതല്ലേ ഈ സാധനം. അതിൽ കുട്ടികൾ ചീന്തിയതിന്റെ ബാക്കി മതിയല്ലോ. എന്തിനാ ഇപ്പൊ എല്ലാ ഫോട്ടോ നമുക്ക് ആവശ്യമുണ്ടോ? കുറച്ചുപോലെ കീറിക്കോട്ടെ, വിരുന്ന് വരുമ്പോഴല്ലേ കീറുള്ളൂ, അല്ലാത്തുമ്പോ കീറുമല്ലോ. പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ മതി. ചെയ്യൂല. നമ്മൾ നമ്മുടെ സ്ഥാനത്ത് മറ്റുള്ളവരെ കാണുന്നു, അവരുടെ സ്ഥാനത്ത് അവരെ കാണുന്നില്ല. ഞാൻ എൻ്റെ സ്ഥാനത്താണ് റോട്ടിൽ കൂടെ നടക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും കാണുന്നത്. എന്നിട്ട് ഓപ്പെന്താ അങ്ങനെ, മറ്റോപ്പെന്താ അങ്ങനെ എന്ന് തോന്നുകയാണ്. എപ്പോഴെങ്കിലും ഒന്ന് മുടി വെട്ടിയപ്പോൾ അത് കക്കൂസത്തിന്റെ ബ്രഷിന്റെ മാതിരി ആയി എന്ന് കരുതിയിട്ടൊന്നും സംഭവിക്കണില്ല. അങ്ങനെ വേണ്ട, അത് വേറെ കാര്യം. എപ്പോഴോ ഒന്ന് മുടി വെട്ടിയപ്പോൾ അത് കക്കൂസത്തെ ബ്രഷിന്റെ മാതിരിയായി. എന്തോ കാര്യമായ സഭയിൽ മുമ്പിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളെ വിചാരം. അത് ഓൻ അടുത്ത് വെട്ടുമ്പോൾ നേരാക്കിക്കോളും. കാരണം അത് മുസ്ലിങ്ങളെ സ്വഭാവമല്ല എന്ന് ഓന് പറഞ്ഞു കൊടുത്താൽ മതി. ഈ മുടിവെട്ടൽ ഇങ്ങനെ കോലം കെട്ട രൂപത്തിൽ വന്നത് എന്നാ വെച്ചാല് കുരിശുദ്ധം നടക്കുന്ന സമയത്താണ് അത് വന്നിട്ടുള്ളത്. മാപ്പിളാര് ആകെ 3 കോലത്തിലേ മുടി വെട്ടിയിട്ടുള്ളൂ. 3 കോലത്തിലാ മാപ്പിളാര് മുടി വെട്ടിയത്. ഒന്ന്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് പോലെ, ഭൂരിഭാഗവും ചെയ്തിരുന്നത് പോലെ മുടി ഒന്നായിട്ട് നീട്ടി നന്നായിട്ട് വളർത്തും. എന്നിട്ട് പെരടിയിൽ മുറിക്കും. എന്നിട്ട് എണ്ണ തേച്ച് വാർന്നിട്ട് അതിൻ്റെ മേലെ തൊപ്പി വെച്ച് തലപ്പാവ് വെക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ഒന്ന് മാത്രമായിട്ട് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ നാളെ മുതൽ മുടി ഇങ്ങനെ ഒന്നായിട്ട് വളർത്തിയിട്ട് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എണ്ണ തേച്ച് 2 പിളർപ്പാക്കി ബാക്കിലേക്ക് മാറുന്നിടുക, തൊപ്പി വെച്ചിട്ട് അതിൻ്റെ മേലെ തലകെട്ടും കെട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരമായ രീതി അങ്ങനെയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപോലെ വെട്ടുമായിരുന്നു. മുടി ഒരേ മാതിരി വെട്ടും. മുന്നിലും ബാക്കിലൊക്കെ ഒരേ അളവിൽ വെട്ടും.
മൂന്നാമതായി അപൂർവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളതും സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ സ്ഥിരമായി ചെയ്തിരുന്നതുമായ രീതിയാണ് മുണ്ടനം ചെയ്യുക എന്ന മുടി മുഴുവനായും കളയുന്ന രീതി. 1500 കൊല്ലമായി മാപ്പിളാര് ഈ 3 കോലത്തിലാണ് മുടി വെട്ടിയിട്ടുള്ളത്. ഒന്നുകിൽ മുഴുവനായും വളർത്തി പെരടിയിൽ മുറിക്കുന്നു, അല്ലെങ്കിൽ ഒരുപോലെ വെട്ടിച്ചെറുതാക്കുന്നു, അല്ലെങ്കിൽ മുണ്ടനം ചെയ്യുന്നു. അല്ലാത്ത രീതി കുരിശുദ്ധം നടക്കുന്ന സമയത്ത് ജൂത സൈന്യത്തെയും മുസ്ലിം സൈന്യത്തെയും തിരിച്ചറിയാൻ വേണ്ടി കുരിശുകാർ കൊണ്ടുവന്നതായിരുന്നു മുടിയുടെ കുറഞ്ഞ ഭാഗം വടിച്ചു കളഞ്ഞിട്ട് ബാക്കി നിർത്തുക എന്ന രീതി. നമ്മൾ ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റും. ആക്ഷേപം ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ വെട്ടിയത് അങ്ങനെ ഉണ്ടായി അടുത്ത വെട്ടിലെങ്കിലും നേരാക്കുന്നു. അതാണ് ഞാൻ പറയണത്. അടുത്ത വെട്ടിലെങ്കിലും നേരാക്കും. യുവാക്കളോടും കുട്ടികളോടും അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കണം. ഇപ്പൊ അമ്മാര് കുട്ടികളോട് പറയല്ലോ, ചോറയിച്ചോ ചോറയിച്ചോ എന്നുണ്ട് എത്ര പറഞ്ഞാലും കുട്ടി ചോറ് കഴിക്കൂല. അമ്മാന്റെ കുട്ടി മാമു കഴിച്ചാളി എന്ന് പറഞ്ഞാല് ഈ മാമു എന്നുള്ള വാക്ക് ഡിക്ഷണറി തെരഞ്ഞാൽ കാണൂല. ഏത് ഡിക്ഷണറി തെരഞ്ഞാലും ഭക്ഷണത്തിന് മാമു എന്ന വാക്ക് കാണാൻ കഴിയൂല. അത് അമ്മക്ക് മാത്രം, അമ്മാന്റെ സ്വന്തം ഡിക്ഷണറിയിലുള്ളതാണ് ആ വാക്ക്. ഇതാണ് കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞത്. യുവാക്കളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കണം, കുട്ടികളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ മാറാത്ത ആരുമില്ല, ആർക്കും മാറ്റം വരും. അടിസ്ഥാനപരമായി മനുഷ്യൻ നല്ലവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലയനത്താക്കപ്പെട്ട പിശാച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ ആദ്യമായി അവൻ സ്വാധീനിക്കുന്നത് നാവുകളിലായിരിക്കും. പായസം കൊടുത്തോളി, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അത് കിട്ടായിട്ട് തന്നെ ഒരു ഉഷാറില്ലാത്തതായിരിക്കും തോന്നുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കി വേഗം. ഒരു യാനബി എല്ലാവരും ചൊല്ലി, യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. ഒരു ബക്കറ്റ് ഇതിൽ കൂടെ നടക്കുന്ന ഓടുന്നു അങ്ങനെ എന്തോ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അത് കാണാനില്ലല്ലോ. അത് തുടങ്ങിക്കോളി. എല്ലാവരും കാര്യമായിട്ട് ഇട്ടുകൊടുത്താളി. ഇട്ട ബക്കറ്റിൽ ഇവിടെ കുറെ പരിപാടികളുണ്ട്. മൈക്കുണ്ട്, പന്തലുണ്ട്, കസാലുണ്ട്, സ്റ്റേജ് ഉണ്ട്, സാലിം പൈസ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് നല്ലോണം ബക്കറ്റിൽ ഇട്ടുകൊടുത്താളി. ഇനി പിന്നെ സംഭാവനന്റെ വേറെ പറഞ്ഞാണ്ട് ഇതിൻ്റെ ഉള്ള സമയം